നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താ? മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ എനി റോ മെറ്റീരിയൽസ് കൺവേർട്ട് ഇൻ ടു ഒരു ഫൈനൽ പ്രോഡക്ട്സ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്തെല്ലാം ഓപ്പറേഷൻസ്, ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന ഓപ്പറേഷൻസ്. അതായത് ഇത് വെരി ഓൾഡ് പ്രോസസ്സാണ്. വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് തൊട്ട് മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് വരെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിന് റോ മെറ്റീരിയൽസിനെ കൺവേർട്ടഡ് ഇൻറ്റു വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തായിട്ട് മാറ്റുക, പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുക. അതാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ സിമ്പിൾ definition. A manufacturing process is a set of operation and procedure used to convert raw material or components into finished goods or products. Finished goods. അപ്പോൾ അതിനകത്ത് പല സൈസ് പ്രോസസ്സുകൾ വരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ നമ്മൾ കാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഫോർജ് ചെയ്താൽ ഉണ്ടാക്കുന്നത്. ഫോർജിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർജിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ എന്തോ പഴയ കൊല്ലന്മാരുടെ ഒലയിൽ പോയാൽ മതി. ഓക്കെ, അതിനകത്ത് നമുക്ക് ഫോർജിങ് കാണാൻ പറ്റും. വാക്കത്തി ഉണ്ടാക്കുന്നത്, എന്താ പറയുക, കോടാലി ഉണ്ടാക്കുന്നത്, അല്ലേ? ഇതൊക്കെ എന്താ ടാപ്പിംഗ്, കത്തി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എന്താ ഫോർജിങ് ആണ്. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാക്കത്തി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ എടുക്കുന്നത് എന്തോ ലീവ് സ്പ്രിങ് ആണ്, അല്ലേ? ലീവ് സ്പ്രിങ് എടുക്കും, അല്ലെങ്കിൽ എന്തോ എടുക്കും. ലീവ് സ്പ്രിങ് ഈ വലിയ വണ്ടികളുടെ ഇല്ലേ, ഇപ്പോൾ വലിയ വണ്ടികളുടെ ലീവ് സ്പ്രിങ്, മെഷീൻ ഡിസൈനകത്ത് നിങ്ങൾ പഠിക്കും. ലീവ് സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്ലേറ്റ് എന്ന് പറയും. ലേമാൻ ലാംഗ്വേജ് നമ്മൾ പ്ലേറ്റ്സ് എന്ന് പറയും. അത് ആക്ച്വലി അതിൻ്റെ വേർഡ് എന്താ? ലീവ് സ്പ്രിങ്. ലീവ് സ്പ്രിങ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ലെങ്തി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും നിങ്ങൾ മെറ്റീരിയൽ സയൻസിൽ പഠിക്കുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ് അതിനകത്ത് നടത്തുന്നത്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തി എന്താ അനീലിങ് ചെയ്യും, കൊഞ്ചിങ് ചെയ്യും, ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ചെയ്യും. ഓക്കെ, പ്രോസസ്സുകൾ നടത്തി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് വന്ന് നമ്മൾ പിടിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി സാധനം എടുക്കും. ദാറ്റ് ഈസ് എന്താ? ദാറ്റ് ഇസ് എ മാനുഫാക്ചറിങ് പ്രോസസ്. ദാറ്റ് ഇസ് സിംപ്ലി ഫോർജിങ്. ഓക്കെ, ഇപ്പോൾ കാസ്റ്റിങ് നിങ്ങൾ ഡയറക്റ്റ്ലി കണ്ടിട്ടുണ്ടോ എന്ന രീതിയിൽ, എന്നാലും ഏറെക്കുറെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഓട്, അതായത് ബ്രോൺസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ എന്താ പറയുന്നത്, ഈ നിലവിളക്ക്, സംതിങ്സ്, പാത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന, പിന്നെ വലിയ ഉരുളികൾ ഒക്കെ ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾട്ടൺ മെറ്റൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ക്യാവിറ്റിയുടെ ഷേപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് പ്രൊഡക്ട്സ് കിട്ടും. ദിസ് ഈസ് സിംപ്ലി മാനുഫാക്ചറിങ്. ഇതിനകത്ത് വീണ്ടും നമ്മളിപ്പം ഇപ്പം വാക്കത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കത്തിയോ എന്തെങ്കിലും സംതിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഫിനിഷിങ് ഈസ് ആൾസോ എ മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പോൾ സോ മെനി പ്രോസസ്സിൽ കൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ എന്തായിട്ട് മാറ്റും, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്. Set of operations and procedures used to convert raw materials compounds into finished goods or products. This transformation involves physical, chemical or mechanical method to alter the form, appearance and the functionality of the input material according to the specific design and quality standard. സിംപ്ലി നമ്മുടെ നീഡ്സിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഡിസൈർഡ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കും. നൈഫ് നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിച്ചാത്തിയുടെ മെറ്റീരിയൽ അല്ല നമുക്ക് വാക്കത്തിക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ പിച്ചാത്തിയുടെ എന്താ കരക്കത്തി നൈഫ്, സാധാരണ നമ്മൾ കിച്ചൺ നൈഫിൻ്റെ മെറ്റീരിയൽ അല്ല ഒരിക്കലും എന്തിനു യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കോടാലി എന്ന് പറയുന്ന ആക്സ് അതിന് യൂസ് ചെയ്യുന്നു. അപ്പം അത് മെറ്റീരിയൽ തമ്മിൽ, കാരണം യൂസേജ് ഡിഫറെൻ്റ് ആണ്. സോ മെറ്റീരിയൽ അതിനകത്ത് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും ഡിഫറെൻ്റ് ആയിരിക്കും, മെറ്റീരിയൽ സെലക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ റെയിൽവേ പാളത്തിൻ്റെ ഒക്കെ വെച്ചിട്ട് പഴയ കൊല്ലന്മാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ റെയിൽവേ പാളം. അതെന്താ, അത് നല്ല ഒന്നാന്തര സ്റ്റീലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വാക്കത്തികളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വാക്കത്തി യൂസ് ചെയ്യാം, നമുക്ക് തോട് വാളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇസ് എ വെരി വെരി ഏൻഷ്യൻ പ്രോസസ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഏകദേശം തുടങ്ങി എന്ന് വെച്ചാൽ അതിനെപ്പറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എന്ന് പറയാൻ പോലും അറിയാത്ത കാലം തൊട്ട് കുറേ പ്രോസസ്സുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ആണോ അതിൻ്റെ പേരെന്ന് പോലും അറിയാത്ത കാലം തൊട്ട് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ളതാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്, പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓർ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് ഓർ പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സ്. എന്താ, റോ മെറ്റീരിയലിനെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ബേസിക് ഫോംസിലോട്ട് നമ്മൾ മാറ്റുന്നു. ഓക്കെ, എക്സാമ്പിൾ എന്താ,
യൂസബിൾ ഫോംസിലോട്ട് നമ്മൾ മാറ്റുന്നത്. എന്ത് എക്സാമ്പിൾ എന്താ? കാസ്റ്റിംഗ് എന്താ? കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് മെത്തേഡാണ്. കാസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ്. എന്താ ചെയ്യുന്നത്? കാസ്റ്റിങ്ങിനകത്ത് എന്താ, മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാവിറ്റിയിലോട്ട് പോർ ചെയ്തിട്ട് നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, മോൾഡിലോട്ട് സിംപ്ലി നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ബേസിക്കലി ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് സാൻഡ് കാസ്റ്റിംഗ് ആണ്. ഗ്രീൻ സാൻഡ് കാസ്റ്റിംഗ് ആണ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. സാധനം ഓൾഡ് ഏജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന സാധനം എന്താ? ഗ്രീൻ സാൻഡ് കാസ്റ്റിംഗ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആരോ ഹെഡ് ഒക്കെ ഉണ്ടാക്കും. ആരോസ് ഇല്ലേ? ആരോസിന് ഇവിടെ എന്തോ വുഡൻ പീസ് വല്ലതും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പോർഷൻ അല്ലേ, ദിസ് പോർഷൻ ഹെഡ് യൂസ് ചെയ്യുമ്പോൾ ആരോസ് അറിയത്തില്ലേ? ആരോസ് യുദ്ധങ്ങളിൽ യൂസ് ചെയ്യുന്നു. പഴയകാല യുദ്ധങ്ങളിൽ ഞങ്ങൾ മഹാഭാരതവും കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പഴയകാല യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബാഹുബലിക്കകത്തൊക്കെ ഉണ്ടല്ലോ. ബാഹുബലി ഒരുപാട് മൂവീസ് ഇതിനകത്തുണ്ടോ. അതിനകത്തൊക്കെ പഴയ കാലങ്ങളിലാണ്. അപ്പോഴും ആരോസ് ഉണ്ട്, നോക്കിയാൽ മതി. മഗധീരയ്ക്ക് ഒരുപാട് അടുത്ത് കാണാൻ പറ്റും. These are the arrows. Okay, this is arrowhead. ഇത്രയും പോർഷൻ എന്തായിരിക്കും? ദിസ് ഈസ് ആരോ ഹെഡ്. ഇത്രയും പോർഷൻ എന്തായിരിക്കും? മെറ്റാലിക് ആയിരിക്കും. അത് ഏത് യുഗത്തിലാണോ അന്ന് ജീവിച്ചത്. ഇപ്പൊ നമ്മൾ അയൺ ഏജ്, കോപ്പർ ഏജ് എന്നൊക്കെ പറയുന്ന ഏജസ് ഉണ്ട് അല്ലേ നമ്മൾ ശരിക്കത്. അപ്പൊ അതാത് യുഗങ്ങളിൽ ഇപ്പൊ അയൺ ഏജിലാണ് ആ കാലഘട്ടത്തിലാണ് ആ യുദ്ധം ഉണ്ടായെങ്കിൽ അപ്പൊ കാസ്റ്റ് ചെയ്ത് ഈ ആരോ ഹെഡ് ഉണ്ടാക്കും അയൺ ഏജിൽ. അപ്പൊ അയൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മറ്റത് കോപ്പർ ഏജിലാണ് കോപ്പർ. അതായത് ഏത് മെറ്റീരിയൽ ആണ് ഈസിലി അവൈലബിൾ, ഏത് മെറ്റീരിയലാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെറ്റാലിക് ആയിട്ടുള്ള ആ മെറ്റലിനെ മോൾട്ടൺ മെറ്റൽ, ആ മെറ്റലിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്യും. എവിടെ വരെ ഹീറ്റ് ചെയ്യും? എബോവ് ദി മെൽറ്റിംഗ് ടെമ്പറേച്ചറിന് എബോവ്. ആ ടെമ്പറേച്ചറിന് നമ്മൾ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ട് പറ്റൂല. മെൽറ്റിംഗ് ടെമ്പറേച്ചറിന് എബോവ് ഹീറ്റ് ചെയ്തിട്ട് ദാറ്റ് ഈസ് എ പോറിംഗ് ടെമ്പറേച്ചറിൽ എടുത്തിട്ട് ആ ടെമ്പറേച്ചറിലുള്ള മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ലാഡിൽ എന്ന് പറയും. ലാഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സ്പൂൺ ലൈക്ക് ഇമേജ്, ലൈക്ക് എ സ്പൂൺ, ബിഗ് സ്പൂൺ. ലാഡിൽ എന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. ലാഡിൽ എടുത്തിട്ട് അതാണ് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന തവി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ തവി, ബിഗ് തവി. സാമ്പാറൊക്കെ പോരുന്നു, അത് വലിയൊരു തവി, നല്ല കുഴിയ കാണും. ഓക്കെ, ഡെപ്ത് കാണും. നല്ല ഒരു ഹെമിസ്പെറിക്കൽ എന്തായിരിക്കും തവി, ഒരു ഹെമിസ്പിയർ ആയിരിക്കും അകത്ത് ക്യാവിറ്റി. അതായിരിക്കും ഒരു ഹാൻഡിൽ ഫിക്സ് ചെയ്ത്, ദാറ്റ് ഈസ് ലാഡിൽ. ആ ലാഡിൽ വെച്ചിട്ട് മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും? നമ്മളുടെ ക്യാവിറ്റി മോൾഡ് ക്യാവിറ്റി എവിടെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലോട്ട് പോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിക്വയർഡ് ഷേപ്പ് ഏതാണോ ആ ഷേപ്പിലായിരിക്കും മോൾഡ് ക്യാവിറ്റി ഇരിക്കുന്നത്. നമുക്ക് ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ ആൻഡ് കൂളിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിക്വയർഡ് ഷേപ്പിലുള്ള റോ മെറ്റീരിയൽ നമുക്ക് ആരോ ഹെഡ് ആണെങ്കിൽ ആരോ ഹെഡ് എന്ത് കിട്ടും? നമുക്ക് കിട്ടും. ഇതാണ് കാസ്റ്റിങ്ങിനകത്ത് ചെയ്യുന്നത്. മോൾഡിങ്, ഷേപ്പിംഗ് മെറ്റീരിയലിന് മോൾഡ്, അതാണ് പറയുന്നത്. പല സൈസിലുള്ള ഇഞ്ചക്ഷൻ മോൾഡിങ് ഒക്കെ ഉണ്ട്, നമ്മൾ വഴിയെ മനസ്സിലാക്കും. സെക്കൻഡറി കാസ്റ്റിംഗ് മാത്രമല്ല, പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് കാസ്റ്റിംഗ് ഉണ്ട്, ഫോർജിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്, വയർ ഡ്രോയിങ് ഉണ്ട്, ഓക്കെ, എക്സ്ട്രൂഷൻ ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. ഇതൊക്കെ എന്താ? പ്രൈമറി മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അത് എഴുതി തരാം, അത് ശരിയാകത്തില്ല. ഇൻ പ്രൈമറി മാനുഫാക്ചറിങ്, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എടുത്തരാം. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഞാൻ മാനുഫാക്ചറിങ് പ്രോസസ് അതിനെ ക്ലാസിഫൈ ചെയ്യാണ് അല്ലേ. അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്നെന്ന് പറയുന്നതാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ് ആണല്ലോ, പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്. രണ്ടെന്ന് പറയുന്നതാണ് എന്ത്? സെക്കൻഡറി ഫോമിംഗ് പ്രോസസ്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സും സെക്കൻഡറി ഫോമിംഗ് പ്രോസസ്സും. ഈ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന ഐറ്റംസ് ആണ് ഇത്: കാസ്റ്റിംഗ്, ഫോർജിങ്,
പിന്നെന്താ വരുന്നത്? റോളിംഗ്, ഡ്രോയിങ്, DRAWING, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഡീപ്പ് ഡ്രോയിങ് വലിച്ചു നീട്ടുക ചെയ്യുന്നത്. എക്സ്ട്രൂഷൻ, ദിസ് ഈസ് ഓൾസോ ഫോർവേഡ് എക്സ്ട്രൂഷൻ ഉണ്ട്, ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ. എക്സ്ട്രൂഷൻ, പിന്നെന്താ വരുന്നത്? ബെൻഡിങ് ഈസ് ഓൾസോ. ഇതൊക്കെ എന്താ നമുക്ക് ഓൾമോസ്റ്റ് എന്താ കാസ്റ്റിംഗ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും, ഫോർജിങ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും, ഓൾമോസ്റ്റ് നോട്ട് കംപ്ലീറ്റ്. ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷം ചിലപ്പോൾ നമുക്ക് മെഷീനിങ് ചെയ്യേണ്ടി വരും, ഫിനിഷിങ് ഓപ്പറേഷൻ നടത്തേണ്ടി വരും, ചിലപ്പം പല പാർട്സുകൾ തമ്മിൽ അസംബ്ലിങ് ചെയ്യേണ്ടി വരും, അപ്പോൾ ജോയിനിങ് പ്രോസസ്സ് നടത്തേണ്ടി വരും. അതാണ് സെക്കൻഡറി ഫോമിംഗ് പ്രോസസ്സ്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്, അത് ഷേപ്പ് കിട്ടി, അതായത് പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സ്. പിന്നെ സെക്കൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഷേപ്പിനെ നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള അസ്തെറ്റിക് അപ്പിയറൻസ്, നല്ല അപ്പിയറൻസ്, ഗുഡ് ഫിനിഷിങ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻ ചെയ്ത് കൊണ്ടുവരിക. അതാണ് നമുക്ക് അതിനകത്ത് പല ഘടകങ്ങൾ ഇതായിട്ടുണ്ട്. ഒന്നെന്താ? മെഷീൻ ചെയ്യണം. മെഷീനിങ്ങകത്ത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. പിന്നെന്തോ? സർഫസ് ഫിനിഷിങ്. പിന്നെന്തോ? ജോയിനിങ് ഓർ അസംബ്ലിങ് എന്ന് പറയും. ഇത് ചോദിക്കുന്ന കേട്ടോ. ഇപ്പൊ മെഷീനിങ്ങിനകത്ത് നമുക്ക് ഏതൊക്കെ മെഷീനിങ് യൂസ് ചെയ്യാം? മെഷീനിങ് നമുക്ക് എന്ത് ചെയ്യാം? ലെയ്ത്ത് മെഷീനിങ് യൂസ് ചെയ്യാം, ലെയ്ത്ത് യൂസ് ചെയ്യാം അല്ലേ? ലെയ്ത്ത് യൂസ് ചെയ്തോ? ലെയ്ത്ത് യൂസ് ചെയ്യാം. പിന്നെന്താ നമുക്ക് പറ്റുന്നത്? ഷേപ്പിങ് പറ്റും, മില്ലിങ് പറ്റും അല്ലേ? ഇതൊക്കെ ഡ്രില്ലിങ് പറ്റും. ഇതൊക്കെ എന്താ? മെഷീനിങ്ങിനകത്ത് വരുന്നതാണ് അല്ലേ? ലെയ്ത്ത് യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ടേണിങ്, ഷേപ്പിംഗ്, മില്ലിങ്, ഡ്രില്ലിങ്, പ്ലെയിനിങ്, ഇതൊക്കെ എന്താ? മെഷീനിങ്ങിനകത്ത് വരുന്നതാണ്. ഇതൊക്കെയാണ് കൺവെൻഷണൽ മെഷീനിങ്. നോൺ കൺവെൻഷണൽ ഉണ്ട്, നോൺ കൺവെൻഷണൽ മെത്തേഡ്സും ഉണ്ട്, നമ്മൾ പറയും. EDM, ECM, ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, ഇലക്ട്രിക് ഡിസ്ചാർജ് ഓഫ് മെഷീനിങ്. കൺവെൻഷണൽ ഞാനിപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന എല്ലാം കൺവെൻഷണൽ ടൈപ്പാണ്. സർഫസ് ഫിനിഷിങ് വന്നിട്ട് എന്താ വരും? സർഫസ് ഫിനിഷിങ് വന്നിട്ട് നമുക്ക് ലാപ്പിങ് കൊടുക്കാൻ പറ്റും അല്ലേ? കോണിങ് അല്ലേ? പോളിഷിങ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇതൊക്കെ എന്താ? സർഫസ് ഫിനിഷിംഗ് ഉള്ള ലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസിന്റെ മേളിൽ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു സർഫസിന്റെ മേളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ലാപ്പ് ചെയ്യേണ്ട സർഫസിന്റെ മേളിലോട്ട് നമ്മൾ കുറച്ച് സ്ലറീസ് വിത്ത് സം ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സ് മിക്സ്ഡ് വിത്ത് അബ്രേസീവ്സ് ആണ്. എന്നിട്ട് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാഡ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്താ? ഫൈൻ ഫിനിഷ് കിട്ടും. ആണ് ലാപ്പിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒരു ടൂൾ യൂസ് ചെയ്യും, ലാപ്പിംഗ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അബ്രേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹോണിങ്ങിനകത്തും അത് തന്നെ അല്ലേ? ഹോണിങ്ങിനകത്ത് എന്താ? ഫൈൻ ഹോൾസ് ഒക്കെ നമ്മൾ ഫൈനായിട്ട് എന്ത് ചെയ്യുക? ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഹോണിങ് യൂസ് ചെയ്യും. പോളിഷിംഗ് എന്ന് വെച്ചാൽ സാധാ പോളിഷിംഗ് തന്നെ. ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജോയിനിങ് മെത്തേഡിൽ നമുക്ക് എന്തോ ഉള്ളത്? വെൽഡിങ് ഉണ്ട് അല്ലേ? മെയിൻലി ഉള്ള വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ്, റിവെറ്റിംഗ്, ഇതൊക്കെ എന്താ? കപ്ലിംഗ്, ഇതൊക്കെ എന്താ? ഇതൊക്കെ ജോയിനിങ് മെത്തേഡ്സിലുള്ള കാര്യങ്ങളാണ്. ജോയിൻ ചെയ്യുക. ഓക്കെ, വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ജോയിന്റ് ആണ്. വെൽഡഡ് ജോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ജോയിന്റ്സ് ആണ്. ഇറ്റ്സ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ദി സ്ട്രെങ്ത് ഓഫ് ദി പേരന്റ് ആറ്റത്തിന്റെ അതേ സ്ട്രെങ്ത് തന്നെ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? മാനുഫാക്ചറിങ്ങിനകത്ത്. പിന്നെ ബ്രേസിങ് ചെയ്യും, സോൾഡറിങ് നിങ്ങൾ കണ്ട. റിവെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെമി പെർമനന്റ് ജോയിന്റ് ആണ്. അത് നമുക്ക് എന്താ? ഒരു പിൻ കയറ്റി അതിനകത്ത് കയറ്റി ഇങ്ങനെ നിങ്ങൾ ബസ്സിലെത്തി. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിലാണ് കൂടുതലും അത് കാണപ്പെടുന്നത്, ഷീറ്റ് മെറ്റൽസ്. പിന്നെ വലിയ തിക്ക് ഷീറ്റ്സിലും ചെയ്യും റിവെറ്റിംഗ്. പല ടൈപ്പിലുള്ള റിവെറ്റിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ലാർജ് കണ്ടെയ്നേഴ്സ്, മനസ്സിലായി? ലാർജ് കണ്ടെയ്നേഴ്സ് ഇപ്പം സപ്പോസ് നിങ്ങൾ ഇപ്പം എന്താ പറയുന്നത്, HPCL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയോ അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ എന്താ പറയുക, ഈ പെട്രോളിയം പ്രോഡക്റ്റ് റിലേറ്റഡ്
കമ്പനീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കാണാൻ പറ്റും, അവിടെ ഹ്യൂജ് റിസർവോയേഴ്സ് കാണാൻ പറ്റും. ഹ്യൂജ് റിസർവോയേഴ്സ്, ഏതൊരു ഇറ്റ് ഈസ് ഇൻ സ്പെറിക്കൽ ഷേപ്പ് ഓർ ഇൻ സിലിണ്ടറിക്കൽ ഷേപ്പ്. സിലിണ്ടറിക്കൽ ഷേപ്പിലോ സ്പെറിക്കൽ ഷേപ്പിലോ ഉള്ള ഹ്യൂജ് കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റും, ബിഗ് ഹൈറ്റ് കാണാൻ പറ്റും. അതൊക്കെ എന്തോ ചെയ്യുന്നത്, റിവെറ്റ് ചെയ്തേക്കും കേട്ടോ. പെർമനന്റ്, സെമി പെർമനന്റ്, ഇറ്റ്സ് ആൾമോസ്റ്റ് എ പെർമനന്റ് ജോയിൻ. ഇത് ബ്രേക്ക് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ അത് റീഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഷീറ്റ്സിനെ നമുക്ക് അല്ലെങ്കിൽ പ്ലേറ്റ്സിനെ പിന്നെ അതിനെ ജോയിന്റ് ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. വെൽഡഡ് ജോയിൻസും അതുകൊണ്ട് പെർമനന്റ് ഇസ് കംപ്ലീറ്റ്ലി പെർമനന്റ്. ഓക്കെ, ദാറ്റ് ഇസ് റിവെറ്റിംഗ്. നിങ്ങൾ ബസ്സസിലൊക്കെ നോക്കിയാൽ മതി, ബസ്സസിലെല്ലാം എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, റിവെറ്റ് കാണാൻ പറ്റും. നിങ്ങളുടെ പേപ്പർ പഞ്ച് റിവെറ്റ് ഉണ്ട്. ഓക്കെ, സോൾഡറിങ് ഒക്കെ എല്ലാവർക്കും അറിയാം, കപ്ലിങ് അറിയാം. ഓക്കെ, ദീസ് ആർ primary shaping process and secondary forming process. There is also another type of that is advanced manufacturing technologies. നമ്മൾ ഇതിനകത്തത് ഡിസ്കസ് ചെയ്യുന്നില്ല. അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് വേറൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് ഉണ്ട്, സെക്കൻഡറി ഫോമിംഗ് പ്രോസസ്സ് ഉണ്ട്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ വരുന്ന ഏതൊക്കെയാണ്, കാസ്റ്റിംഗ് ഉണ്ട്, ഫോർജിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, എക്സ്ട്രൂഷൻ ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്താ നമുക്ക് കിട്ടുന്ന ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ് അല്ല. അപ്പം അതിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ വേണ്ടി നമ്മൾ പല പ്രോസസ്സ് ചെയ്യും. ഫിനിഷിംഗ് പ്രോസസ്സ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തോ അല്ല ഫോർജ് ചെയ്തോ ഉണ്ടാക്കുന്നത് ഒരു അസംബിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പാട്ട് ഓരോരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനെ അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ജോയിനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യും. വെൽഡിങ് ആണെങ്കിൽ വെൽഡിങ്, ബ്രേസിംഗ് ആണെങ്കിൽ ബ്രേസിംഗ്, റിവെറ്റിംഗ് ആണെങ്കിൽ റിവെറ്റിംഗ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ഇതിനെ മെഷീനിങ് ചെയ്യേണ്ടതാണെങ്കിൽ മെഷീനിങ് ചെയ്യും. മെഷീനിങ് ചെയ്തിട്ടേ ഫിനിഷിങ്ങിനെ പോകത്തുള്ളൂ. അത് മെയിൻ. ഇപ്പം ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ടേണിങ് ചെയ്യും. നമ്മൾ വർക്ക്ഷോപ്പിൽ അത് പഠിക്കും. ടേണിങ് ചെയ്യും. ടേൺ ചെയ്തിട്ട് എന്താ നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫിനിഷിങ് പ്രോസസ്സ്. അപ്പം 50 to 50 mm ഡയ ഉള്ള ഒരു റോഡാണ് എനിക്ക് ഈ കിട്ടേണ്ടത്. എൻ്റെ കിട്ടിയിരിക്കുന്നത് 55 ഉള്ളതാണെങ്കിൽ ഞാൻ എൻ്റെ ഷേപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു 52 mm ഫിനിഷ്ഡ് ഗുഡ് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഞാൻ മെഷീൻ ചെയ്യണമെങ്കിൽ 50-ലോട്ടാക്കും. 50-ൽ എത്തത്തില്ല, 51 വരെ എങ്ങാണോ ചെയ്യും. 51 അല്ലെങ്കിൽ 50.5 വരെ. ആഫ്റ്റർ ദാറ്റ് ആ ഫൈൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ആ 0.5 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യും, മെഷീനിങ് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പോൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ 52 വരെ എല്ലാം എടുത്തിട്ട് അല്ലെങ്കിൽ 50 എടുത്തിട്ട് 50 ആണ് ഡയമെൻഷൻ വേണമെങ്കിൽ ഞാൻ 52 ചെയ്തിട്ട് എന്ത് ചെയ്യും, മെഷീനിങ് ചെയ്ത് കളയും. ഇപ്പോൾ 1 mm വരെ മെഷീനിങ് ചെയ്ത് കളഞ്ഞു. മിച്ചമുള്ള 1 mm എന്ത് ചെയ്യും, ഞാൻ ഫൈൻ ഫിനിഷിങ്. ഓക്കെ, ഫിനിഷിങ് ലാപ്പിങ്ങോ ഹോണിങ്ങോ എന്തെങ്കിലും നമുക്ക് ഏതാണ് റിക്വയർഡ് എന്ന് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം കിട്ടും. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മാനുഫാക്ചറിങ് മെത്തേഡാണ്. ഇൻ വിച്ച് ലിക്വിഡ് മെറ്റീരിയൽ യൂഷ്വലി മെറ്റൽ ഓർ പ്ലാസ്റ്റിക് എന്താ ഡിസൈഡ് ഷേപ്പിലുള്ള, ഇപ്പം നമ്മൾ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്യാവിറ്റി അവിടെ ഉണ്ടാക്കി. ക്യാവിറ്റി ഈസ് മെയ്ഡ് ബൈ യൂസിങ് പാറ്റേൺ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പാറ്റേൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മോൾഡ് ക്യാവിറ്റി നമ്മൾ ഉണ്ടാക്കും. ആ മോൾഡ് ക്യാവിറ്റിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസൈഡ് ആയിട്ട്. അപ്പം മെറ്റലാണെങ്കിൽ മെറ്റലിനെ മോൾട്ടൺ മെറ്റലോട്ടാക്കും. അതായത് മെൽറ്റിംഗ് പോയിന്റിന്റെ എബോവ് കൊണ്ടുപോകും. മെൽറ്റിംഗ് പോയിന്റ് എബോവ് ഹീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് പോറിംഗ് ടെമ്പറേച്ചർ കൊണ്ട്, TP. അതാണ് പോറിംഗ് ടെമ്പറേച്ചർ കൊണ്ട് ലാഡ് വെച്ചിട്ട് നമ്മൾ പോർ ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ഷേപ്പ്, സോൾഡിഫിക്കേഷൻ ടൈം കൊടുക്കും, കൂളിംഗ് ടൈം കൊടുക്കും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തെടുക്കും. ഇതാ നോക്കാം. The casting is a primary manufacturing method in which liquid material, usually metal or plastic, is poured into a mold that contains a hollow cavity of the desired shape. Desired shape-ന് വേണ്ടിയുള്ള ഒരു hollow cavity അതിനകത്ത് ഉണ്ടായിരിക്കും. And then allowed to solidify ചെയ്യാൻ allow ചെയ്യും. Once solidified, the part is removed from the mold to undergo further processing or finishing if needed. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾഡിഫൈ ചെയ്ത് കാസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ കാസ്റ്റിന് പല ഡിഫക്ട്സ് കാണും. അത് നമ്മൾ പറയും. ഇപ്പോൾ പുവർ സർഫസ് ഫിനിഷ് ആയിരിക്കും. അപ്പോൾ സർഫസ് ഫിനിഷ് നമ്മൾ സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് കൊടുക്കും. ചിലതിന് മെഷീനിങ് ചെയ്യേണ്ടി വരും. കാരണം അതിനെന്താ, നമ്മൾ കാസ്റ്റിംഗ് ഡിഫക്ട്സ് പഠിക്കും, മെഷീനിങ് ചെയ്യേണ്ടി വരും. അപ്പം മെഷീനിങ് ചെയ്യേണ്ടത് നമ്മൾ മെഷീൻ ഷോപ്പിലോട്ട് പോകും. മെഷീൻ ഷോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫിനിഷിംഗ് ആണെങ്കിൽ ഫിനിഷിംഗ് ഓപ്പറേഷൻ കൊടുക്കും. പിന്നെ പെയിന്റ് അടിക്കുകയാണെങ്കിൽ പെയിന്റ് അടിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റെപ്സ് ഇൻ കാസ്റ്റിംഗ് പ്രോസസ്സാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ മേക്ക് ചെയ്യുക. പാറ്റേൺ എന്ന് പറയുന്നത്
either it is made up of wood, metal, okay, ഒരു വുഡോ മെറ്റലോ എന്തെങ്കിലും കൊണ്ട് ഒരു പാർട്ട് ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും എന്തുണ്ടാക്കുന്നത്. മേ ബി ഇറ്റ്സ് പ്ലാസ്റ്റിക്, ഓക്കെ, സംടൈം ഇറ്റ്സ് വാക്സ്, ഓക്കെ, വാക്സ് വെച്ചിട്ടും പാറ്റേൺ ഉണ്ടാക്കും. അപ്പോൾ പാറ്റേൺ നമ്മൾ മേക്ക് ചെയ്യും. പാറ്റേൺ മേക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ റെപ്ലിക്ക ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ്. ഫൈനൽ പ്രോഡക്റ്റിന്റെ റെപ്ലിക്കയാണ് വിത്ത് സർട്ടൺ അലവൻസസ്. ഫൈനൽ പ്രോഡക്റ്റിന്റെ റെപ്ലിക്കയാണ് വിത്ത് സർട്ടൺ അലവൻസസ് ആഡഡ് ടു ദ, ഓക്കെ, അലവൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും അതിന്റെ ഒരു റെപ്ലിക്കയാണ്. ബട്ട് അതിന് കുറെ അലവൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാറ്റേൺ അലവൻസ് ഏതാണെന്ന് പഠിക്കും. അപ്പോൾ അലവൻസസ് ആഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, യൂസ് ടു ഫോം മോൾഡ് ക്യാവിറ്റി. മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മോൾഡ് പ്രിപ്പയർ ദി മോൾഡ് യൂസിങ് സാൻഡ്. സാൻഡ് എന്ന് സിംപ്ലി സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാക്കേണ്ട? ഗ്രീൻ സാൻഡ് എന്ന്, അതായത് മോയ്സ്ചർ. അതായത് നമ്മൾ എങ്ങനെ ഇതിനകത്ത് ഫൗണ്ടറി വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫൗണ്ടറിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ് അതായത് സിലിക്ക സാൻഡ്, SiO2. SiO2 എന്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് എന്താ നമ്മൾ ഈ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കും. അപ്പോൾ പുട്ട് എങ്ങനെ, ഇതാ സിംപ്ലി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. പുട്ട് എടുത്തിട്ട് ചില്ലൊക്കെ ഇട്ടിട്ട് നമ്മളെന്താ പുട്ടുകുറ്റിക്കകത്ത് എന്ത് ചെയ്യും, മാവിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റാം ചെയ്ത് കൊടുക്കും. ഇല്ല, ഒരുപാട് കംപ്രസും ആക്കത്തില്ല, എന്തുകൊണ്ട് ഒരുപാട് കംപ്രസ് ആക്കണ്ടാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കംപ്രസും ആക്കത്തില്ല, എങ്കിൽ ഫോഴ്സ് കൊടുക്കാതെ ഇരിക്കത്തില്ല. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പുട്ടാക്കിയിട്ട് എന്താ കുത്തി എടുത്ത് കഴിയുമ്പോൾ എന്താ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് കിട്ടും, അല്ലേ? സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ സെയിം സംഭവമാണിത്. ഇവിടെ നമ്മൾ പുട്ടിനകത്ത് അരിപ്പൊടി ആ മോയ്സ്ചർ കണ്ടന്റിന്റെ അളവ് നോക്ക്. ഒരുപാട് കൂടാനും പറ്റത്തില്ല, ഡ്രൈ ആകാനും പറ്റത്തില്ല. കൂടിക്കഴിഞ്ഞാൽ അത് എന്താ കുഴഞ്ഞു പോകും, അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ കുറയാനും പറ്റൂല. കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർ ഷേപ്പിൽ, ആ പുട്ടിന്റെ ഷേപ്പിലിരിക്കത്തില്ല. അപ്പോൾ കറക്റ്റ് ആ പ്രൊപ്പോർഷനിൽ വാട്ടർ ചേർത്ത് ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സാൻഡ് എന്താ പ്രിപ്പയർ ദി മോൾഡ് യൂസിങ് സാൻഡ്, മെറ്റൽ ഓർ സിറാമിക് അറൗണ്ട് ദി പാറ്റേൺ. ഓക്കെ, അപ്പം നമ്മുടെ പാറ്റേണിന്റെ ചുറ്റിനും എന്ത് ചെയ്യും, ഈ സാൻഡ് ഇടും. സാൻഡ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിലിക്ക സാൻഡ് ഇട്ടിട്ട് റാം ചെയ്തിട്ട് ഒരു ടൈം കൊടുക്കുക. ആ സിലിക്ക സാൻഡ് വാട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സെറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാറ്റേണിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാവിറ്റി കിട്ടും. ആ ക്യാവിറ്റിയിലാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ മെൽറ്റിംഗ് ചെയ്യണം, അല്ലേ? മെൽറ്റിംഗ് ആൻഡ് പോറിംഗ് ആണ്. ഓക്കെ, മെൽറ്റിംഗ് ആൻഡ് പോറിംഗ്. മെൽറ്റിംഗ്, ഹീറ്റ് ദി റോ മെറ്റീരിയൽ, യൂഷ്വലി മെറ്റൽ, അണ്ടിൽ ഇറ്റ് ബിക്കംസ് മോൾഡ്, മെയിൻറ്റെയിൻ പ്രോപ്പർ ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ പറയുന്നു സ്റ്റീൽ, ഫോർ എക്സാമ്പിൾ സ്റ്റീലിന്റെ TM എന്ന് പറയുന്നത്, TME മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1500 അറൗണ്ട് ആണ്. ഞാൻ ഒരിക്കലും ഇവിടെ കൊണ്ട് നിർത്തൂല. 1500 അറൗണ്ടിൽ ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യത്തില്ല, നിർത്തൂല. ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിർത്തൂല. ഞാൻ ഇതിന്റെ എബോവ് ഹീറ്റ് ചെയ്യും, ഒരു 1700 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതാണ് പോറിംഗ് ടെമ്പറേച്ചർ, TP. ദിസ് ഈസ് ദ പോറിംഗ് ടെമ്പറേച്ചർ. എന്താ ഇവിടെ നിർത്തിയുള്ള പ്രശ്നം എന്താ പറയുക, നമ്മളുടെ മോൾഡ് ക്യാവിറ്റിയിൽ ഇത് പോർ ചെയ്യുമ്പം ഇതെന്ത് ചെയ്യും, ത്രൂ ദി പാസേജിൽ കൂടെ പോകുമ്പോൾ ഇത് സാൻഡാണ്. സാൻഡിൽ എന്തുണ്ട്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അതുപോലെ പോറോസിറ്റി ഉണ്ട്, എയർ പാസേജ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതിന് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. സിലിക്ക സാൻഡ്, ഡ്രൈ സാൻഡ്, എല്ലാത്തിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് പോറോസിറ്റി ഉണ്ട്. അപ്പോൾ പോറോസിറ്റി ഉള്ളതുകൊണ്ട് അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. പെട്ടെന്ന് സാൻഡ് എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് പെട്ടെന്ന് ഇതിന്റെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1500 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1500 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇത് സോൾഡ് ആവും. ലാറ്റൻ ഹീറ്റ് വിഡ്രോ ചെയ്ത് എന്താ റിമൂവ് ചെയ്താൽ മതി. ഹീറ്റ് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ സോൾഡിലോട്ട് പോകും. ഇത് എന്ത് പറ്റും, ഇത് ക്യാവിറ്റി ഫില്ല് ആകാതെ കുറച്ചെടുത്ത് സോൾഡ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും മോൾട്ടൺ മെറ്റലിനെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ പോർ ചെയ്യില്ല. പോർ ചെയ്യുന്നത് എപ്പോഴും പോറിംഗ് ടെമ്പറേച്ചറിലായിരിക്കും. ദാറ്റ് ഈസ് എബോവ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ. മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ കാട്ടി എന്താ എപ്പോഴും ഒരു 200 ഡിഗ്രിയോ അല്ല 150 ഡിഗ്രിയോ അല്ല 250 ഡിഗ്രിയോ, അത് ആ മെറ്റലിന്റെ മെറ്റലിനെ അനുസരിച്ചിരിക്കും. അതുപോലെ കാസ്റ്റിങ്ങിന്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. നമ്മുടെ ഡിസൈനിന്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് അതൊക്കെ മാറും. 200 അബോ ആണോ ഹീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 300 വേണോ? സൂപ്പർ ഹീറ്റ് ചെയ്ത മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ഹീറ്റഡ് മോൾട്ടൺ മെറ്റൽ, ദാറ്റ് ഈസ് ദ കറക്റ്റ് വേർഡ്. സൂപ്പർ ഹീറ്റഡ് മോൾട്ടൺ മെറ്റൽ, ദാറ്റ് ഈസ് ദ പോറിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് ആണ്. അതിന് ലിക്വിഡ് സ്റ്റേജിൽ എത്താനുള്ള ടെമ്പറേച്ചർ 1500 മതി. പക്ഷെ ആ 1500 നമുക്ക് പോർ ചെയ്യാൻ പറ്റത്തില്ല. വൈ? പോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലൂസ് ദ ഹീറ്റ് സഡൻലി. ഏതാ മോൾഡിംഗ് സാൻഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ സഡൻ ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഹീറ്റ് ലൂസ് ആവും. ഹീറ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന് നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് സോൾഡിഫൈ ആവും.
so the cavity not filled, that is a casting defect. അപ്പോൾ ക്യാവിറ്റി കംപ്ലീറ്റ്ലി ഫിൽഡ് ആവത്തില്ല, ക്യാവിറ്റിക്ക് അത് വേക്കൻസി ഉണ്ടാവും, നമ്മുടെ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പുവർ കാസ്റ്റിംഗ് ആയി പോകും. സോ വി ആൾവേസ് ഹീറ്റ് ദ മെറ്റൽ എബോവ് ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ. മെൽറ്റിംഗ് ടെമ്പറേച്ചറിന് എബോവ് ആയിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പോറിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, pour the molten metal into the mold cavity, done carefully to avoid turbulence and defects. ടർബുലൻസ് ആൻഡ് ഡിഫക്ട്സ്. അപ്പോൾ പോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ടർബുലൻസ്, അതൊക്കെ നമ്മൾ സ്ക്രൂ ബേസ് ഒക്കെ ഉണ്ടാക്കുക, അതൊക്കെ എങ്ങനെ പറഞ്ഞുതരാം. മോൾട്ടൺ മെറ്റൽ മോൾഡ് ക്യാവിറ്റിയിൽ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ എന്താണ്, കെയർഫുള്ളി, വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ടർബുലൻസ് ഉണ്ടാകരുത്. സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ടർബുലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടർബുലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സാൻഡ് ആണ്, സാൻഡിൻ്റെ സൈഡ്സ് ഉണ്ട്, ഇറോഡഡ് ആയിട്ട് ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞു കൂടും. ദാറ്റ് വിൽ കോസ് കാസ്റ്റിംഗ് ഡിഫക്റ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ആദ്യം നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്യും, പാറ്റേണിൽ നിന്ന് നമ്മൾ മോൾഡ് ഉണ്ടാക്കും. മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈഡ് മെറ്റലിനെ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. മെൽറ്റിംഗ് അറ്റ് ഹയർ എന്താ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ എബോയിൽ ഹീറ്റ് ചെയ്യും. അത് പോറിംഗ് ടെമ്പറേച്ചറിൽ കൊണ്ടുവരിക. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ പോർ ഇൻ ടു ദി മോൾഡ് ക്യാവിറ്റി വെരി കെയർഫുള്ളി. ഓക്കെ, അതിന് കറക്റ്റ് ഡിസൈഡ് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. അത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ മോൾഡ് ക്യാവിറ്റി ഉണ്ടായിരിക്കുന്നത്. ടർബുലൻസ് ഒഴിവാക്കുന്ന രീതിയിലേ നമ്മൾ മോൾഡ് ക്യാവിറ്റി ഉണ്ടാകും. അതർവൈസ് സാൻഡ് വിൽ ഇറോഡ് ആൻഡ് ഗെറ്റ് ഇൻ ടു ട്രാപ്ഡ് ഇൻ ടു ദി കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിനകത്ത് ട്രാപ്പ് ആവും. ട്രാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കാസ്റ്റിംഗ് ഡിഫക്റ്റ്. ദിസ് ഈസ് ദ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു. കൂളിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ. പിന്നെന്ത് ചെയ്യുന്ന? അലോ, ഫസ്റ്റ് എന്ത് ചെയ്യുക? അലോ ദി മെറ്റൽ ടു കൂൾ ദി സോളിഡ് സ്റ്റേറ്റ്. ഇപ്പോൾ 1500 ഡിഗ്രി ആണെങ്കിൽ അതിനെ കൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് കൂൾ ചെയ്യാൻ സമയം കൊടുക്കുക. കൂൾ ചെയ്തിട്ട് അത് 1500 ഡിഗ്രി സോളിഡിലോട്ട് ആക്കുക. അത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ 1500 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അത് സോളിഡ് എത്താനും എന്താ 1500 ഡിഗ്രി തന്നെ അത് സോളിഡിലും ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അത് സോളിഡിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും? റൂം ടെമ്പറേച്ചർ ഇപ്പോൾ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് കൂളാനുള്ള ടൈം കൊടുക്കുക. അതായത് മോൾട്ടൻ കൂൾഡ് ആൻഡ് സോൾഡിഫൈ ഇൻസ്റ്റഡ് മോൾ. കൂളിംഗ് റേറ്റ് അഫക്ട്സ് ദി ഫൈനൽ പ്രോപ്പർട്ടീസ്. ഉറപ്പായിട്ടും കൂളിംഗ് റേറ്റ് ഫൈനൽ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യും, ഡെഫിനറ്റ്ലി അഫക്ട് ചെയ്യും. ബിക്കോസ് ദാറ്റ് വിൽ ഡിസൈഡ് വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദി മെറ്റീരിയലിന്റെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന കൂളിങ്ങിനകത്ത്. either it is coil sized or fine grains or columnar grains, ഏത് സൈസ് ഗ്രെയിൻസ് ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഈ കൂളിംഗ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ആ കൂളിംഗ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസിനകത്തും ചേഞ്ച് വരും. അതാണ് നിങ്ങൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ കാണാം, ചിലപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് ഒട്ടനെ എടുത്ത് വെള്ളത്തിൽ വെക്കുക. ദാറ്റ് ഇസ് സ്കോഞ്ചിങ്, സഡൻ കൂളിംഗ്. ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഗ്രെയിൻസ് എന്തായിരിക്കും? ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ കൂളിംഗ് റേറ്റ് അഫക്ട്സ് ദി ഫൈനൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനൽ മെക്കാനിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസിനകത്തും ചേഞ്ച് ആവും. 6 ആണെന്ത്? റിമൂവൽ ഓഫ് കാസ്റ്റിംഗ്. ബ്രേക്ക് ഓർ ഓപ്പൺ ദി മോൾഡ് ടു എക്സ്ട്രാക്ട് ദി സോളിഫൈഡ് കാസ്റ്റ്. ബ്രേക്ക് ചെയ്യുക, ഓപ്പൺ ദി മോൾഡ്, സോളിഫൈഡ് കാസ്റ്റിംഗ് എടുക്കുക. ഇതാണ് നമ്മുടെ. പിന്നെ 7 ആണ് ക്ലീനിങ് ആൻഡ് ഫിനിഷിങ്. കാരണം കാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡിലായതുകൊണ്ട് സം പാർട്സ് ഓഫ് സാൻഡ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയുക. പിന്നെന്താ? ഫിനിഷ് ചെയ്യുക. ഫിനിഷിങ് ചെയ്ത് ട്രിം ചെയ്ത് കളയേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഈ 2 ഫ്ലാസ്ക് കൂടെ, അത് ഞാൻ പറയാം, കോപ്പൺ ഡ്രാഗും ചീക്കും ഉണ്ട്. കോപ്പൺ ഡ്രാഗ്, ഇപ്പോൾ സപ്പോസ് കോപ്പൺ ഡ്രാഗ് ആണെന്ന് വിചാരിക്കുക. ഡ്രാഗ് ബോട്ടം ഫ്ലാസ്ക്, കോപ്പൺ മേളത്തെ ഫ്ലാസ്ക്, ഇത് രണ്ടും കൂടെ ചേരുന്ന ഭാഗം നമ്മൾ പറയുന്ന പാർട്ടിംഗ് ലൈൻ എന്നാണ്. ഈ പാർട്ടിംഗ് ലൈനിൽ മിക്കപ്പോഴും എന്ത് ചെയ്യും? ഇതിന്റെ സം പാർട്ട് ഓഫ് ദി കാസ്റ്റിംഗ് വിൽ പ്രൊജക്ട് ഔട്ട് സൈഡ്. അതിനെ നമ്മൾ എന്ത് ട്രിം ചെയ്ത് കളയും. ഫിനിഷിങ് ചെയ്യും. വാഷ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഓക്കെ. സർഫസ് ക്ലീനിങ്, ഗ്രൈൻഡിങ് ഓർ മെഷീനിങ് ആസ് നീഡ്. എന്താണോ ഡിസൈഡ് ആയിട്ട് വേണ്ടത് അത് ചെയ്യുക. പിന്നെ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യുക. ദാറ്റ്സ് പോളിഷിങ് ചെയ്യണം, പോളിഷിങ് ദാറ്റ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്. പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റ്, ചെക്ക് ദി ഡയമെൻഷൻ അക്യുറസി ആൻഡ് ഇന്റേണൽ ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. എക്സറൈസോ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്ത് ഇന്റേണൽ ഡിഫക്ട്സ് ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. മോയ്സ്ചർ കണ്ടന്റ് SiO2 ആണ്. അതർ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. അതർ മെറ്റീരിയൽസ് ഉണ്ട്. അതർ എലമെന്റ്സ് ഉണ്ട്. സിലിക്ക സാൻഡിൽ ആൻഡ് മോൾട്ടൺ മെറ്റലാണ്. മോൾട്ടൺ മെറ്റലുമായിട്ട് ചേർന്നിട്ട് എന്തോ ഇൻസൈഡിൽ വാട്ടർ വേപ്പേഴ്സും സം ഗ്യാസസ് വിൽ പ്രൊഡ്യൂസ്. ദാറ്റ് ഗ്യാസസ് വിൽ എൻട്രാപ്പ് ഇൻ ദ കാസ്റ്റിംഗ്. ഇഫ് ദ ഗ്യാസസ് ആർ എൻട്രാപ്പ് ഇൻ ദ കാസ്റ്റിംഗ്,
കാസ്റ്റിങ്ങിനകത്ത് എൻട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്താ ബബിൾസ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഗോലി ഉണ്ടല്ലോ, ഗോലി വട്ട് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അതിന്റെ പഴയുള്ള ആളുകളൊക്കെ കളിക്കും. ഗോലി എന്ന് പറയും, ചിലയിടത്ത് ഗോട്ടി എന്ന് പറയും, ഗോട്ടി. ഈ സോഡ ഈ ഈ ഇങ്ങനെ തുറക്കുന്നതല്ലാത്ത ഈ ഗോട്ടി സോഡയുണ്ട്, ഗോലി സോഡ ഇങ്ങനെ പൊട്ടിച്ച്, ചില നാട്ടിൽ ഗോട്ടി എന്ന് പറയുന്നത്, ചില നാട്ടില് ഗോലി എന്ന് പറയുന്നത്. ഗോലി ഇങ്ങനെ പൊട്ടിക്കും, ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കുടിക്കുന്നത്. അപ്പൊ അതാ ആ വട്ട അതിനകത്ത് കിടക്കുന്ന കാണാൻ പറ്റും, ആ ഗോലിയല്ലേ വട്ട് അതിനകത്ത് കിടക്കുന്നത്. അതിനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് എന്താ കാഷൻ ഡിഫക്റ്റ് കാണാൻ പറ്റും. കാഷൻ ഡിഫക്റ്റ് കാണാൻ പറ്റുന്ന ചില പോറോസിറ്റി പോലെ, ചില കുഴികൾ പോലെ കാണാൻ പറ്റും. അത് ഗ്യാസസ് എൻട്രാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഗ്യാസസ് എൻട്രാപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ മോൾഡ് ക്യാവിറ്റി ഫില്ലായിട്ടില്ല, ആണ് അതിനകത്തെ പ്രശ്നം. ഇൻസ്പെക്ട് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, കാസ്റ്റിംഗ് ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ എന്താ, ഇൻസ്പെക്റ്റഡ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യും. അതർവൈസ് ദാറ്റ് വിൽ റിജക്റ്റഡ്. അതിനെന്താ ഇൻസ്പെക്ഷൻ നടത്തി നമ്മുടെ പോരായ്മ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് ഇറക്കും. ഓക്കെ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് കാസ്റ്റിംഗ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് കാസ്റ്റിംഗിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു അതർ മാനുഫാക്ചറിങ് പ്രോസസ്സ്. സിമ്പിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ കോംപ്ലക്സ് ഷേപ്സ് നമുക്ക് പോസിബിൾ ആണ്. കോംപ്ലക്സ് ഷേപ്സ് എന്താ, ഇൻട്രിക്കേറ്റ് ഷേപ്സ്, കോംപ്ലക്സ് ഷേപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വൈഡ് റേഞ്ച് ഓഫ് സൈസസ് suitable for മാസ് ബോത്ത് സ്മാൾ ആൻഡ് വെരി ലാർജ് കമ്പയർ. ഇപ്പോൾ ഷിപ്പിൻ്റെ എഞ്ചിൻ വേണം നമുക്ക് കാസ്റ്റിംഗിൽ ഉണ്ടാക്കാൻ പറ്റും. വെരി ഹ്യൂജ് എഞ്ചിൻസ്, we can make very huge engines and very small machine parts also. versatile ആണ്. സ്മാൾ ടു വെരി ലാർജ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്, എന്ത് മെറ്റീരിയൽ, മെറ്റൽസിന് യൂസ് ചെയ്യാം, നോൺ മെറ്റൽസിന് യൂസ് ചെയ്യാം, സംടൈംസ് സിറാമിക്സ് ഇസ് ആൾസോ യൂസ്. ഓക്കെ. ലോ വേസ്റ്റ്, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം. മെറ്റീരിയൽ വേസ്റ്റേജ് വളരെ കുറവാണ്. എക്സസ് മെറ്റീരിയൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാനും പറ്റുന്നതാണ്. ലോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. എക്കണോമിക്കൽ ഫോർ മാസ് പ്രൊഡക്ഷൻ. വൺസ് ദി മോൾഡ് ഈസ് മെയ്ഡ് റിപ്പീറ്റഡ്. ഞാൻ പറഞ്ഞ ഒന്ന്, നമ്മളിപ്പോൾ ഞാൻ സാൻഡ് മോൾഡിന്റെ കേസ് പറഞ്ഞു, that is not permanent mold casting, that is a temporarily mold casting, that is sand casting. പെർമനന്റ് മോൾഡ് കാസ്റ്റിംഗ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഈ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന നോക്കാം, ദാറ്റ് ഈസ് എ പെർമനന്റ് ഡൈ. ചെരുപ്പ്, ബോളൊക്കെ, ഇപ്പൊ ക്രിക്കറ്റ് ബോൾ എന്ന് സ്റ്റിച്ച് ബോൾ അല്ല, റബ്ബർ ബോൾ, ടെന്നീസ് ബോൾ ഒക്കെ ഉണ്ടാക്കുന്ന ഡൈസ് ഉണ്ട്. അപ്പൊ ഡൈസ് അത് മെറ്റാലിക് ഡൈ ആണ്, മാസ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ റൺ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കെന്താ, വൺ മോൾഡ് ഈസ് മെയ്ഡ്, റിപ്പീറ്റഡ് പ്രൊഡക്ഷൻ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ഒരു തവണ നമുക്ക് അതുപോലെ ഒരു ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. നോക്കാം, നിയർ നെറ്റ് ഷേപ്പ്. നോക്ക്, റിക്വയർസ് മിനിമൽ മെഷീനിങ് ഓർ ഫിനിഷിംഗ്, റെഡ്യൂസിങ് പ്രോസസിങ് ടൈം ആൻഡ് കോസ്റ്റ്. നോക്ക്, വളരെ ക്ലോസ് ഫിനിഷിലുള്ള മെറ്റീരിയലാണ് നമുക്ക് കാസ്റ്റിംഗിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അധികം ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഫ്ലെക്സിബിലിറ്റി, ഈസി ടു ചേഞ്ച് ഷേപ്സ് ആൻഡ് സൈസ് ബൈ ആൾട്ടറിംഗ് ദി പാറ്റേൺ. നമുക്ക് എന്തെങ്കിലും ഷേപ്പോ ചേഞ്ചോ വല്ലതും വരുത്തണമെങ്കിൽ എന്ത് ചെയ്യുക, മോൾഡ് ചേഞ്ച് ആക്കിയാൽ മതി. അപ്പോൾ പാറ്റേണിനകത്ത് ചേഞ്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി. പാറ്റേണിനകത്ത് ചേഞ്ച് ഉണ്ടാക്കിയാൽ മോൾഡ് കയറ്റിക്കകത്ത് സ്വാഭാവികമായിട്ടും ചേഞ്ച് വരും. ഓക്കെ, അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിലൊന്ന്. പിന്നെന്താ, ബോത്ത് ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യാം. ഡക്റ്റൈൽ മെറ്റീരിയൽ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കും. ലിമിറ്റേഷൻസ് എന്താ, സർഫസ് ഫിനിഷ് മേ ബി, ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ് പോലെ ഉള്ളത്, ഹൈ പ്രഷറിലൊക്കെ മോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈ ക്യാവിറ്റീസ് യൂസ് ചെയ്യുന്നത്, ഫിനിഷ്ഡ്, വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഉള്ളതിനകത്ത് മാത്രമേ ഹൈ പ്രിസിഷൻ, എന്താ പറയുന്നത്, ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. പ്രിസൈസ് ഡയമെൻഷണൽ അക്യൂറസി ഒക്കെ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള, വളരെ സർഫസ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കിട്ടത്തുള്ളൂ.
ഇപ്പൊ ലിമിറ്റേഷൻസ് ഇതിനകത്താണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സാൻഡ് കാസ്റ്റിംഗിന്റെ കേസിൽ എന്താ സർഫസ് ഫിനിഷ് മേ ബി